നമസ്കാരം. കേരളത്തിൽ ബി ജെ പി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് വലിയൊരു ഇഷ്ടക്കുറവാണ്. കേരളത്തിൽ ഇപ്പോൾ പൊതുവെ ബി ജെ പി വിരുദ്ധത കൂടുതലുള്ള നാടാണ് നമ്മുടെ കൊച്ചു കേരളം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ എന്തൊക്കെ നല്ല പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവന്നാലും നമ്മളത് ചർച്ച ചെയ്യാറില്ല. കണ്ടില്ല എന്ന് നടിക്കും. അങ്ങനെയാണ് കേരളത്തിലെ വിവിധ മാധ്യമങ്ങളും ജനങ്ങളും ഇപ്പോൾ ചെയ്യുന്ന രീതി. അങ്ങനെ ചർച്ച ചെയ്ത് അത് മോദി സർക്കാരിനെയും ബി ജെ പിക്കും പിന്തുണയ്ക്കുന്ന ഒരു തുല്യമായി മാറുമെന്നത് കൊണ്ടാണ് മാധ്യമങ്ങളൊന്നും തന്നെ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത്. എന്നാൽ നരേന്ദ്രമോദി കേരളത്തിന് വേണ്ടി ഓരോ സഹായങ്ങളും ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ ഓരോ മേഖലയിലും മോദി വികസനത്തിന്റെ നാഴികക്കല്ലുകൾ കുത്തിവെക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ ഭരണം കൂടി നിയമം നിർമ്മിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിയമമാകണം. അതാണ് ഇവിടെ മോദി സർക്കാർ ചെയ്യുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് ഒരു വിഷയം അഥവാ ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ ആ വിഷയത്തിന് വേണ്ട രീതിയിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായി ഒരു നിയമം നിർമ്മിക്കണം. അതാണ് ഇവിടെ ഇപ്പോൾ മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് തന്നെ നമ്മുടെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയാണ് ഇപ്പോൾ. മോദി സർക്കാർ ഒരു നിയമനിർമ്മാണത്തിലൂടെ ആ പരിഹാരത്തിന് ഒരു സൊല്യൂഷൻ കാണാൻ പോവുകയാണ്. ആ നിയമനിർമ്മാണത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് ഇപ്പോൾ ലോൺ കൊടുക്കുന്ന, പലിശയ്ക്ക് പണം നൽകുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് പൂട്ടിടാൻ പോവുകയാണ് നരേന്ദ്രമോദി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിനെക്കുറിച്ച് ചർച്ചകൾ കേന്ദ്ര മന്ത്രിസഭയിൽ നടക്കുന്നുണ്ട്. അതായത് ബുല, ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ലെൻഡിംഗ് ആക്ടിവിറ്റീസ് എന്ന നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോവുകയാണ്. 2 മാസത്തിനകം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി കൊടുത്തിട്ടുണ്ട്. വലിയൊരു നിയമനിർമ്മാണത്തിനാണ് കേന്ദ്രം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. റിസർവ് ബാങ്ക് അല്ലെങ്കിൽ മറ്റ് നിയന്ത്രണ ഏജൻസികളുടെ അനുമതി ഇല്ലാതെ വായ്പ നൽകുന്നതും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതും ജാമ്യമില്ലാ കുറ്റമായി കണക്കാക്കുകയും പിഴവ് ഈടാക്കുകയും ചെയ്യുന്നതിനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ ബുല എന്ന നിയമത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. നിയന്ത്രണമില്ലാത്ത വായ്പകളുടെ നിരോധനം എന്ന പേരുള്ള കരട് ബില്ല് കേന്ദ്രം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതോടെ ലോൺ ആപ്പുകൾക്ക് പൂട്ടുവീഴും. അനുമതിയില്ലാതെ വായ്പകൾ നൽകുന്നവർക്ക് 10 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കുന്ന തരത്തിലാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ ഓരോ സംസ്ഥാനത്തിലെ പോലീസിനും നടപടിയെടുക്കാം. ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുകയും ക്രമവിരുദ്ധമായി വായ്പ നൽകുന്നവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയുമാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ വായ്പകളെ കുറിച്ചുള്ള RBI വർക്കിംഗ് ഗ്രൂപ്പ് റിപ്പോർട്ടിൽ ക്രമരഹിതമായ വായ്പകൾ നിരോധിക്കുന്നതിന് നിയമം കൊണ്ടുവരുന്നതിനുൾപ്പെടെ നിരവധി നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവയിൽ റിസർവ് ബാങ്കിലോ മറ്റ് നിയന്ത്രിത സ്ഥാപനങ്ങളിലോ രജിസ്റ്റർ ചെയ്യാതെ പൊതുവായ്പ നൽകുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമം ലംഘിച്ച് ആരെങ്കിലും ഡിജിറ്റലായോ മറ്റേതെങ്കിലും വിധത്തിലോ വായ്പ നൽകിയാൽ കുറഞ്ഞത് 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഇതോടൊപ്പം 2 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ പിഴയും ചുമത്താവുന്നതാണ്. കടം കൊടുക്കുന്ന ആളുടെയോ കടം വാങ്ങുന്ന ആളുടെയോ ആസ്തി ഒന്നിലധികം സംസ്ഥാനങ്ങളോ കേന്ദ്രഭരണ പ്രദേശങ്ങളോ സ്ഥിതി ചെയ്യുകയും ചെയ്താൽ അന്വേഷണം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBIക്ക് കൈമാറുമെന്നും ബില്ലിൽ വ്യക്തമായി പറയുന്നുണ്ട്. സുപ്രധാനമായ ഒരു നീക്കമാണ് മോദി സർക്കാർ ബുല എന്ന ബില്ലിലൂടെ ആ നിയമനിർമ്മാണത്തിലൂടെ നടത്തുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മൊബൈൽ വഴിയുള്ള വായ്പാ ഇടപാടുകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. ഈ വായ്പകൾക്ക് പലപ്പോഴും ഉയർന്ന പലിശ നിരക്കും ഒളിഞ്ഞിരിക്കുന്ന നിരവധി ചാർജുകളും ഈടാക്കുന്നുണ്ട്. കൂടാതെ വായ്പ മുടക്കുമ്പോൾ വ്യക്തിപരമായി ആക്രമിക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇത് കണക്കിലെടുത്താണ് 2022 സെപ്റ്റംബർ മുതൽ 2023 ഓഗസ്റ്റ് വരെ ഗൂഗിൾ ഇത്തരത്തിൽ 2200-ലധികം ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തത്. അതായത് കോവിഡ് സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരുപാട് ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക്, ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ജോലി നഷ്ടമായപ്പോൾ അവർ ലോൺ ആപ്പ് വഴി, അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡിജിറ്റലായ ലോൺ ആപ്പുകൾ വഴി ലോൺ എടുക്കാൻ തുടങ്ങിയത്. തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ അവരെ മാനസികമായ രീതിയിൽ അവരുടെ പിക്ചറുകൾ തന്നെ മോഫ് ചെയ്യുന്ന രീതിയിലേക്കും അശ്ലീലമായ സന്ദേശങ്ങൾ ഉൾപ്പെടെ അയച്ചു കൊടുത്ത് ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലേക്കും അതിൽ ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയതോടുകൂടിയാണ് ബുല എന്ന സംവിധാനത്തിൽ ഒരു വൻ നിയമനിർമ്മാണം തന്നെ നടത്തി ഈ ഡിജിറ്റൽ ആപ്പും ഈ കടം കൊടുക്കുന്ന, അനിയന്ത്രിതമായി കടം കൊടുക്കുന്നവരെ ഒരു അറുതി വരുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു നിയമം തന്നെ കൊണ്ടുവരാനായി ഇപ്പോൾ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്.